ഹലോ, നമസ്തേ. ഞാൻ മനസ്സിലാക്കിയ യോഗേനെ പറ്റി കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ ഈ യോഗ ദിനത്തോടനുബന്ധിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ പോലും ഭയങ്കര സെൻസേഷനായിട്ട് യോഗ മാറിയിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ എതിർത്തുമൊക്കെ സംസാരിച്ച കുറേ പോസ്റ്റുകൾ ഞാനും കണ്ടു. ഞാനെപ്പോഴും ഈ യോഗേനെ പറ്റി സെർച്ച് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ സിസ്റ്റത്തിൽ സോഷ്യൽ മീഡിയ എന്ത് ഓപ്പൺ ചെയ്താലും യോഗേനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് സങ്കടം തോന്നിയത് ഒരുപാട് ഇങ്ങനെ കുറച്ച് ഡോക്ടേഴ്സൊക്കെ ഇതിനെതിർത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വിദ്യാഭ്യാസമുള്ളവർ, അതായത് ഹ്യൂമൻ അനാട്ടമീനെ പറ്റി പഠിച്ച ആൾക്കാർക്ക് പോലും എന്തുകൊണ്ടാണ് ഇത് കണക്റ്റ് ആവാത്തതെന്നൊരു സംശയം എനിക്ക് തോന്നി. പല അസുഖങ്ങളും ഈ യോഗ കൊണ്ട് മാറുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ്. ഞാനിപ്പോൾ ഇത്രയും നാൾ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. കിഡ്നി സ്റ്റോൺ വരെ മാറിപ്പോയതായിട്ട് എൻ്റെ ഒരു നേരിട്ടൊരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ചിലർക്ക് എല്ലാവരും പുറത്തേക്ക് വരില്ലല്ലോ ഇങ്ങനെ പറയാനായിട്ട്, അതിനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പം നമ്മളത് അവരുടെ ഒരു പ്രൈവസി ആയിട്ട് തന്നെ കണ്ട് അത് അവരെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ കീപ്പപ്പ് ചെയ്യുകയാണ്. അതൊരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഞാനത് ഉപയോഗിക്കാറില്ല, എനിക്കതിന് താല്പര്യവുമില്ല. അതുപോലെ നമ്മൾക്ക് തുറന്ന് പറയുന്നവരുണ്ട്, അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അവരുടെ പെർമിഷനോടുകൂടി തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. വളരെ റെയറാണ്, നമ്മളുടെ ചിലപ്പോൾ ഗ്രൂപ്പിൽ മാത്രമായിരിക്കും അത് ഒതുങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യോഗ ആദ്യം തന്നെ നിങ്ങൾ യോഗ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇത്രയും ഒരു ബിസി ലൈഫിൽ എപ്പോഴും എല്ലാവരും തിരക്കാണ്, വീട്ടമ്മമാർ തിരക്കാണ്, എല്ലാവരും തിരക്കാണ് അവരവരുടെ കാര്യങ്ങളുമായിട്ട്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡാണ്. ലോകത്തൊന്നും നല്ലത് നടക്കുന്ന ഒരു ന്യൂസ് പോലും നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നൊരു പ്രോസസ്സാണ് യോഗ. നമ്മളെന്താണെന്നും നമുക്കെന്ത് കഴിക്കണമെന്നും നമ്മൾ എങ്ങനെ സ്കിൻ കെയർ ചെയ്യണമെന്നും നമ്മൾ എങ്ങനെ കെമിക്കൽ ഫ്രീ ആക്കി നമ്മുടെ ലൈഫിനെ കൊണ്ടുവരണമെന്നും ഇതെല്ലാം മനസ്സിലാക്കി തരുന്നൊരു പ്രോസസ്സാണ് ശരിക്കും യോഗ. ഇത് ചുമ്മാ അങ്ങ് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്ത് വണ്ണം കുറച്ച്, അല്ലെങ്കിൽ ഫുഡ് ഡയറ്റ് എടുത്ത് വണ്ണം കുറച്ച്, അങ്ങനത്തെ പരിപാടിയേ അല്ല. അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുമെന്നില്ല ആരെയും. നല്ലൊരു ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മൾക്ക് ഭൂമിയുമായിട്ട് എങ്ങനെയാണെങ്കിൽ ജീവിക്കാം എന്നും പറഞ്ഞ് ഈ സ്വാമിമാരെ പോലെ കുടിലിൽ പോയി താമസിക്കുക, അങ്ങനെ പച്ചക്കറി കഴിക്കുക, ഇതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. എങ്ങനെ കാര്യങ്ങൾ അച്ചടക്കത്തോടെ ഡിസിപ്ലിനോട് കൂടി ചെയ്യാം, എങ്ങനെ നമ്മൾക്ക് ഡെയിലി റൊട്ടീൻ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി റൊട്ടീൻ തന്നെ ഇത്തിരി കൂടി മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാം, എങ്ങനെ നമ്മളുടെ ബ്രെയിനിനെ നമുക്ക് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാം, നമ്മൾക്ക് ഉള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കാം, നമ്മളുടെ ശരീരത്തിന് അസുഖങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം, ഇതെല്ലാമാണ് യോഗ പഠിപ്പിക്കുന്നത്. ആക്ച്വലി യോഗേനെ പറ്റി പഠിക്കും തോറും ഒന്നിലും എത്തിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ 10 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കിപ്പോഴും ഒരു ആത്മവിശ്വാസം ആയിട്ടില്ല. കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്രയും അങ്ങ് നമ്മൾ ഹ്യൂമൻ അനാട്ടമിനെ പറ്റി പഠിക്കണം, ഓരോരുത്തരുടെ അവസ്ഥയെ പറ്റി പഠിക്കണം, ഓരോരുത്തരുടെ മാനസികാവസ്ഥയെ പറ്റി പഠിക്കണം. ഇതെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ ഒരാളെ ഡയറക്റ്റ് ചെയ്യാൻ പോലും. അപ്പം അത്രയും കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ടേ. ചുമ്മാ അങ്ങ് എന്തെങ്കിലും ചെയ്യുന്നൊരു കാര്യമല്ല. മനസാന്നിധ്യത്തോടെയും സന്തോഷത്തോടെയും വരുന്ന നമ്മളുടെ സങ്കടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് ഈ യോഗ. അപ്പോൾ യോഗേനെ പറ്റി പറ്റുന്ന പോലെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഇച്ചിരി നേരം ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൊക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫ്രീ ക്യാമ്പൊക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് കണ്ടെത്തുക. സന്തോഷമുള്ളൊരു സമൂഹവും സന്തോഷമുള്ളൊരു സാഹചര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും.